ഹരിയാന ഫരീദാബാദിൽ വാഹനത്തിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കൂട്ടബലാത്സംഗത്തിന് ശേഷം യുവതിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. യുവതിയുടെ മുഖത്തിനടക്കം ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കൂട്ടബലാത്സംഗം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പിടിയിലായത് ആരൊക്കെ? അമൃത, 2 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് ഹരിയാന പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈ കൂട്ടബലാത്സംഗം നടക്കുന്നത്. പോലീസ് പറയുന്ന പ്രകാരം തിങ്കളാഴ്ച രാത്രി 8:30 ഈ പെൺകുട്ടി വീട്ടിൽ തന്റെ മാതാവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വഴക്കിട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയുമായിരുന്നു. ആ സമയത്താണ് പിന്നീട് ഫരീദാബാദിലെ മെട്രോ സ്റ്റേഷന് സമീപത്തേക്ക് ഈ പെൺകുട്ടി എത്തുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുവാൻ വാഹനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഒരു വാൻ എത്തുകയും ലിഫ്റ്റ് നൽകാമെന്ന് ഈ പെൺകുട്ടി വാഗ്ദാനം നൽകുകയും ചെയ്തത്. മറ്റു വാഹനങ്ങളൊന്നും കിട്ടാത്ത പെൺകുട്ടി ഈ വാനിൽ കയറുകയായിരുന്നു. പക്ഷേ വാനിൽ കയറിയ പെൺകുട്ടിയെ ഏകദേശം 3 മണിക്കൂറോളമാണ് 2 പേർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. പിന്നീട് ഓടുന്ന വാഹനത്തിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു. 3 മണിയോടുകൂടിയാണ് പെൺകുട്ടിയെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നത്. എന്തായാലും പെൺകുട്ടിക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മുഖത്ത് മാത്രം 12 സ്റ്റിച്ചുകൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉടനടി തന്നെ അന്വേഷണം ആരംഭിക്കുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൂടുതൽ പേർ ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഉടൻ തന്നെ പിടികൂടുമെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പെൺകുട്ടി ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വീണ പെൺകുട്ടി തന്റെ സഹോദരിയെ വിളിച്ചപ്പോഴാണ് ഈ ക്രൂര സംഭവം പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫരീദാബാദ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവർ 2 പേർ മാത്രമാണോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അല്ല, കൂടുതൽ ആളുകളുണ്ടോ? ഈ പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയോ അന്വേഷണ സംഘം? പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നതാണ് മനസ്സിലാകുന്നത്. 2 പേർ മാത്രം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പെൺകുട്ടിയെ വാഹനത്തിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയെങ്കിലും കൂടുതൽ വിവരശേഖരണം വരും മണിക്കൂറുകൾ നടത്തും. കാരണം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആ പെൺകുട്ടി. കൃത്യമായി പൂർണ്ണമായ ഒരു മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹരിയാന പോലൊരു ഇത്ര വലിയൊരു സംസ്ഥാനത്ത് 3 മണിക്കൂറോളം എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയെ ഈ വാഹനത്തിൽ ഓടുന്ന വാഹനത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തതാണ്. ഡൽഹിയിൽ അതിശൈത്യമാണ്, അതുപോലെ തന്നെ മൂടൽമഞ്ഞ് അടക്കം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വാദമെന്ന് പറയുന്നത്. പക്ഷേ ശക്തമായ സുരക്ഷാ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നാണ് ഹരിയാനയിൽ പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 12 സ്റ്റിച്ചുകളാണ് മുഖത്തുള്ളത്. എന്തായാലും 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.